ഹലോ, എല്ലാവർക്കും ഗൈഡൻസ് പ്രൊവൈഡറിലേക്ക് സ്വാഗതം. നമ്മുടെ ഈ വീഡിയോ 7ാം ക്ലാസ്സിലെ അടിസ്ഥാന ശാസ്ത്രത്തിലെ ആദ്യത്തെ പാഠമായ വിളയിക്കാം നൂറുമേനി എന്നതാണ്. ഇതിലിപ്പോൾ നമ്മൾ കാര്യമായിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളിപ്പം വീടുകളിലായാലും കൃഷി സ്ഥലങ്ങളിലായാലും കൃഷി ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പം അന്നേരം നമ്മൾ വിത്തുകൾ എടുക്കുമ്പോൾ അതിൻ്റെ ഗുണത്തിനെ പറ്റി, പിന്നെ അത് നടുന്ന സ്ഥലത്തിൻ്റെ കാര്യങ്ങളെപ്പറ്റി, പിന്നെ നമ്മൾ നടുമ്പോൾ ഒരു ചെടി നടുമ്പോൾ അതിൻ്റെ ഏത് ഭാഗം മുളപ്പിച്ചിട്ടാണ് നടുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ പറ്റിയൊക്കെ ഈ ഭാഗത്തിൽ നമ്മൾ പഠിക്കും. ഇത് നമ്മൾ പാർട്ട് 1 പാർട്ട് 2 ആയിട്ടാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഇത് പാർട്ട് 1 ആണ് ഇത്. പിന്നെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ ഈ ക്ലാസ്സിൻ്റെ വീഡിയോ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക വേണേ. അപ്പം നമുക്ക് പാഠത്തിലോട്ട് പോയാലോ. ഇതാ കണ്ടില്ലേ, ഇവിടെ ഒരു ചിത്രം കാണുന്നുണ്ട് അല്ലേ. ചിത്രത്തിൽ എന്താണ്, ഒരു കുട്ടി മാവിൻ തൈ നടുകയാണ് അല്ലേ. അപ്പോൾ നടുമ്പോൾ അത് പറയുന്നുണ്ട്, അപ്പുറത്തുള്ള വലിയ മാവിനെ നോക്കിയിട്ട് പറയുന്നുണ്ട്, ആ വലിയ മാവിനെ പോലെ എന്നാണ് എൻ്റെ മാവിലും ധാരാളം മാങ്ങകൾ ഉണ്ടാകുന്നത്. അപ്പോൾ മാവ് പറയുന്നുണ്ട്, അത് കേട്ടിട്ട് എന്താണ് പറയുന്നത്, കാത്തിരിക്കൂ, 8-10 വർഷങ്ങൾ കഴിഞ്ഞാൽ നിൻ്റെ മാവും എന്നെപ്പോലെ ധാരാളം മാങ്ങകൾ തരും അല്ലേ. അങ്ങനെയാണ് പറയുന്നത്. അപ്പം ചോദിക്കുക എന്താണ് അടുത്തത്, നിങ്ങളുടെ വീട്ടിലും പരിസരങ്ങളിലുമായി പലതരം മാവുകളില്ലേ. ഇല്ലേ, ഒരുപാട് മാവുകൾ നമ്മുടെ വീട്ടിലില്ലേ, പല പേരിൽ അറിയപ്പെടുന്നുണ്ട് അല്ലേ. വിത്ത് മുളച്ച് തൈകൾ വളർന്ന് മാങ്ങ ഉണ്ടാകാൻ ഏകദേശം എത്ര കാലം എടുക്കുമെന്ന് വീട്ടിലെ മുതിർന്നവരോട് അന്വേഷിക്കൂ. അപ്പം വീട്ടിലുള്ള മുത്തശ്ശിമാരും മുത്തശ്ശനൊക്കെ ഉണ്ടാവില്ല, അവരോട് ചോദിക്കും, ഒരു വിത്ത് മാവിൻ തൈ മുളച്ച് മാങ്ങ ഉണ്ടാകാൻ എത്ര സമയം എടുക്കുമെന്നുള്ളത്. ഒരു മാവിൻ തൈ നട്ട് വളർത്തുമ്പോൾ നിങ്ങൾ എന്തെല്ലാമാണ് പ്രതീക്ഷിക്കുന്നത്. നമ്മളിപ്പോഴും മാവിൻ തൈ നട്ട് വളർത്തുമ്പോൾ നമ്മൾ എന്താണ് ആഗ്രഹിക്കുക, എന്തൊക്കെ നമ്മൾ ആഗ്രഹിക്കും. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ആഗ്രഹിക്കുന്നത്, ധാരാളം മാങ്ങയുണ്ടാവണം, വേഗം കായ്ക്കണം, നല്ല മധുരമുള്ള മാങ്ങയുണ്ടാവണം അല്ലേ. ഇങ്ങനെയൊക്കെയല്ലേ നമ്മൾ ആഗ്രഹിക്കുന്നത്. അപ്പോൾ പഴങ്ങൾ, പച്ചക്കറികൾ, ധാന്യങ്ങൾ എന്നിവ കൃഷി ചെയ്യുമ്പോൾ നമ്മുടെ ലക്ഷ്യം ഇത് തന്നെയല്ലേ അല്ലേ. ഇത് തന്നെയല്ലേ നമ്മൾ ആഗ്രഹിക്കുന്നത്. വേഗം ഫലം ഉണ്ടാവണം, നല്ല വിളവ് ലഭിക്കണം, ഫലത്തിന് നല്ല ഗുണനിലവാരം ഉണ്ടായിരിക്കണം. ഇതൊക്കെയാണല്ലേ ആഗ്രഹിക്കുന്നത്. ഇതിനായി എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം, കൂട്ടുകാരുമായി ചർച്ച ചെയ്ത് ശാസ്ത്ര പുസ്തകത്തിൽ എഴുതൂ. അപ്പോൾ ഇങ്ങനെയൊക്കെ നമുക്ക് കിട്ടണമെങ്കിൽ ഒരു ചെടി നട്ട് ഇങ്ങനത്തെ അത്രയും നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ കിട്ടണമെങ്കിൽ നമ്മൾ അതിന് വേണ്ടി എന്തെല്ലാം ചെയ്യണം എന്നുള്ളത് ചർച്ച ചെയ്ത് ശാസ്ത്ര പുസ്തകത്തിൽ എഴുതണം. നോക്കത് നല്ല വിത്തുകൾ അല്ലെങ്കിൽ നടീൽ വസ്തുക്കൾ എന്ന് പറഞ്ഞാൽ നമ്മൾ നടുന്ന എന്താണോ അത് തിരഞ്ഞെടുക്കണം, നല്ലത് നോക്കി തിരഞ്ഞെടുക്കണം. പിന്നെ നമുക്ക് എന്തൊക്കെ എഴുതാം, നടാൻ തിരഞ്ഞെടുക്കുന്ന സ്ഥലം ഫലഭൂഷ്ഠമായിരിക്കണം അല്ലേ, നല്ല വളക്കൂറുള്ള മണ്ണായിരിക്കണം. പിന്നെ എന്താണ്, നല്ല സൂര്യപ്രകാശം ലഭിക്കണം. നന്നായി സൂര്യപ്രകാശമൊക്കെ ലഭിച്ചാലേ നമ്മൾ വിചാരിക്കുന്ന പോലത്തെ ഫലങ്ങൾ ഇതിന് കിട്ടുകയുള്ളൂ. പിന്നെന്താണ്, വിത്തുകളും നടീൽ വസ്തുക്കളും. 10 ഗുണം 10 ഗുണം എന്ന പഴഞ്ചൊല്ല് നിങ്ങൾ കേട്ടിട്ടില്ലേ. എന്താണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് അല്ലേ. നമ്മുടെ വീട്ടിൽ പ്രായക്കാരൊക്കെ ഉണ്ടെങ്കിൽ അവർ പറയുന്നത് കേൾക്കാം, 10 ഗുണം 10 ഗുണം എന്നല്ലേ. എന്താണ് അങ്ങനെ പറയുന്നത്, വിത്ത് അല്ലെങ്കിൽ നടീൽ വസ്തുക്കൾ ഗുണമുള്ളതായാൽ മാത്രമേ കൃഷിയിൽ നല്ല വിളവ് ലഭിക്കുകയുള്ളൂ. ഗുണമില്ലാത്ത വിത്ത് ഉപയോഗിച്ചാൽ പിന്നീട് എത്ര നന്നായി പരിപാലിച്ചാലും നല്ല വിളവ് ലഭിക്കുകയില്ല ഇല്ലേ. അത് നമ്മൾക്ക് അറിയാം അല്ലേ. നമ്മൾ എന്താണ്, നന്നില്ലാത്ത വിത്ത്, അത്ര ഗുണമില്ലാത്ത വിത്ത് നമ്മൾ നട്ട് കഴിഞ്ഞാൽ അത് വിചാരിച്ച ഒരു കായ്ഫലം അതിന് തരികയില്ല. നമ്മൾ എന്ത് ചെയ്തിട്ടും കാര്യമില്ല, അത് അത്ര രീതിയിൽ വളരുകയില്ല, അതിന് കായ്ഫലം കിട്ടുകയുമില്ല. പക്ഷേ നല്ല വിത്ത് നമ്മൾ നട്ട് കഴിഞ്ഞാൽ അത് നല്ല രീതിയിൽ വളരുകയും ചെയ്യും, നല്ലൊരു കായ്ഫലം അതിന് കിട്ടുകയും ചെയ്യും. അതിനാൽ വിത്ത് തിരഞ്ഞെടുക്കുമ്പോൾ അതീവ ശ്രദ്ധ ചെലുത്തണം. നമ്മൾ വിത്ത് എടുക്കുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. ഇത് പിന്നെ കൃഷിയുടെ കാര്യത്തിൽ മാത്രമല്ല കേട്ടോ. ഈ പഴഞ്ചൊല്ല്, ഇതൊരു പഴഞ്ചൊല്ലാണ്, 10 ഗുണം 10 ഗുണം എന്നുള്ളത്. അത് നമ്മൾ മനുഷ്യന്മാരുടെ കാര്യത്തിലൊക്കെ പലരും പഴമക്കാർ പറയുന്നത് കേട്ടിട്ടുണ്ടാവും. അങ്ങനെ ചൊല്ലും, അത് 10 ഗുണം 10 ഗുണം എന്നുള്ളത് നമ്മളെ സ്വഭാവ ഗുണം കൊണ്ടും ദോഷം കൊണ്ടൊക്കെ പലരും പറയും. ചിത്രം നിരീക്ഷിച്ച് ചുവടെ കൊടുത്തിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തൂ. അപ്പോൾ ഇവിടെ കുറച്ച് ചിത്രങ്ങൾ തന്നിട്ടുണ്ട് അല്ലേ. ഒരു ചെടിയാണ്, അതിൻ്റെ ഫലമുണ്ട് ഒരു ചിത്രം, പിന്നെ ഒരു ചിത്രം ഏതാണ്, വിത്താണ് അല്ലേ. അപ്പോൾ എന്താണ് ചോദിക്കുന്നത്, വിത്ത് എവിടെയാണ് ഉണ്ടാകുന്നത്, ഫലം ഉണ്ടാകുന്നതോ. അപ്പം ഈ ചെടിയുടെ വിത്ത് എവിടെയാണ് ഉണ്ടാകുന്നത്, അതിൻ്റെ ഫലം എങ്ങനെയാണ് ഉണ്ടാകുന്നതെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ എന്താണ് നമുക്ക് എഴുതാം, ഫലത്തിൽ നിന്നാണ് വിത്ത് ഉണ്ടാകുന്നത് അല്ലേ. ഒരു ചെടിയുടെ കായിൽ നിന്നാണ് വിത്ത് ഉണ്ടാകുന്നത്. എന്നാൽ ചെടികളിലെ കായ പഴുത്തിട്ടാണ് ഫലം ഉണ്ടാകുന്നത് അല്ലേ. ഒരു ചെടിയുടെ കായ നന്നായിട്ട് പഴുത്താൽ അത് ഫലമാവും അല്ലേ. ഈ കായിൽ നിന്നാണ് എന്താണ്, വിത്തുണ്ടാകുന്നത്. മികച്ച വിത്ത് തിരഞ്ഞെടുക്കുമ്പോൾ എന്തെല്ലാം ഘടകങ്ങൾ പരിഗണിക്കണം. നമ്മൾ ഒരു വിത്ത് തിരഞ്ഞെടുക്കുമ്പോൾ എന്തെല്ലാം ഘടകങ്ങൾ പരിഗണിക്കണം എന്നുള്ളത് നമുക്ക് താഴോട്ട് പഠിക്കാം. ഈ ചെടി ഏതാണെന്ന് മക്കൾക്ക് മനസ്സിലായിട്ടുണ്ടോ. ഇത് ഏതാണ്, കായ്പയ്ക്കാണ് അല്ലേ. എല്ലാവർക്കും അറിയാൻ പറ്റും അല്ലേ, കായ്പയ്ക്കാണിത്. അപ്പം നമുക്ക് നോക്കാം, ഒരു വിത്ത് തിരഞ്ഞെടുക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളത് നോക്കാം. ഇവിടെ നോക്ക്, ഇവിടെ 2 ചെടികൾ തന്നിട്ടുണ്ട് അല്ലേ.
അപ്പം എന്താണ് പറയുന്നത്? ആ ചെടികൾ ശ്രദ്ധിക്കൂ. വിത്ത് ശേഖരിക്കാൻ ഇവയിൽ ഏത് ചെടിയാണ് നിങ്ങൾ തിരഞ്ഞെടുക്കുന്നത്? എന്തുകൊണ്ട്? അപ്പം ഈ 2 ചെടിയിൽ നിന്ന് നിങ്ങൾ ഏത് ചെടിയാണ് വിത്ത് ശേഖരിക്കാൻ വേണ്ടി എടുക്കുന്നതെന്നാണ് ചോദിക്കുന്നത്. നമ്മൾ ഏത് തിരഞ്ഞെടുക്കും? ഒന്നാമത്തെ ചെടിയാണ് തിരഞ്ഞെടുക്കുക. കണ്ടില്ലേ, ഒന്നാമത്തെ ചെടിയിൽ ധാരാളം ഫലങ്ങളുണ്ട് അല്ലേ? കാരണം ഈ ചെടിയിലാണ് കൂടുതൽ വിളവുള്ളത്. അപ്പം നമ്മൾ വിത്ത് തിരഞ്ഞെടുക്കുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞിട്ടില്ലേ? അപ്പം വിളവ് കൂടുതലുള്ള ചെടിയിൽ നിന്നാണ് നമ്മൾ വിത്തിനെ എടുക്കുന്നത്. കാരണം അതാണ് അതിൻ്റെ നല്ല ഗുണങ്ങളുള്ള തൈയായിരിക്കും അത്. ഒരു ചെടിയിൽ തന്നെ ധാരാളം ഫലങ്ങൾ ഉണ്ടാകും എന്ന് നിങ്ങൾക്കറിയാമല്ലോ. ഏത് കാലത്തുണ്ടാകുന്ന ഫലമാണ് വിത്തിനായി തിരഞ്ഞെടുക്കേണ്ടത്? ആദ്യമുണ്ടാകുന്ന ഫലങ്ങളും അവസാനമുണ്ടാകുന്ന ഫലങ്ങളും വിത്ത് ശേഖരിക്കുന്നതിന് അനുയോജ്യമാണോ? ഒരു ചെടിയുടെ മധ്യകാലത്തുണ്ടാകുന്ന മൂപ്പെത്തിയ ഫലത്തിൽ നിന്നാണ് വിത്തെടുക്കേണ്ടത്. വെണ്ട, പയർ തുടങ്ങിയവയിൽ ഒരു ഫലത്തിൽ തന്നെ ധാരാളം വിത്തുകൾ ഉണ്ടാവുമല്ലോ. നിങ്ങൾക്കറിയാം അല്ലേ? വെണ്ടയ്ക്കും പയറിനൊക്കെ ഒരു കായ് തന്നെ ഒരുപാട് വിത്തുകൾ ഉണ്ടാവും. അവയെല്ലാം തൈകൾ ഉൽപ്പാദിപ്പിക്കാൻ ഉപയോഗിക്കാമോ? അവയിൽ നിന്ന് ഏറ്റവും നല്ല വിത്ത് എങ്ങനെ തിരഞ്ഞെടുക്കും? ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കണം അല്ലേ? കാര്യങ്ങളൊക്കെ നമുക്ക് അങ്ങോട്ട് പഠിക്കാം. ഏതാനും പയർ വിത്തെടുത്ത് താഴെ കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ പരിശോധിച്ച് മികച്ച വിത്തുകൾ തിരഞ്ഞെടുക്കൂ. അപ്പോൾ ഇവിടെ തന്ന എന്താണ്? വിത്ത് തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ നോക്കേണ്ട കാര്യങ്ങളുണ്ട്. എന്താണ്? വിത്തിൻ്റെ ആകൃതി, അതിൻ്റെ ഭാരം, വലിപ്പം, പുറന്തോട്, ഇതൊക്കെ നോക്കണം നമ്മൾ വിത്ത് തിരഞ്ഞെടുക്കുമ്പോൾ. വിത്ത് തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ് താഴെ കൊടുത്തിരിക്കുന്നത്. അനുയോജ്യമായ കോളങ്ങളിൽ ടിക്ക് മാർക്ക് അല്ലെങ്കിൽ ടിക്ക് അടയാളം ചെയ്യണം. നമ്മൾ താഴെ കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പം വിത്ത് ശേഖരിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണത്. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണത്. വിത്തെടുക്കുന്ന ചെടി ഒന്നതാണ്. പിന്നെ ഒരു കള്ളിയിൽ എന്താണ്? വിത്തിനായി തിരഞ്ഞെടുക്കുന്ന ഫലം. പിന്നെ എന്താണ്? തിരഞ്ഞെടുക്കുന്ന വിത്ത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ച് നോക്കണം. അപ്പം ഇതിൽ ഏതൊക്കെയാണ്, എങ്ങനെയുള്ള വിത്തുകളാണ് നമ്മൾ എടുക്കേണ്ടതെന്നുള്ളതിന് നമ്മൾ ടിക്ക് മാർക്ക് ചെയ്യണം. അപ്പം ആദ്യം എന്താണ് ചോദിക്കുന്നത്? വിത്തെടുക്കുന്ന ചെടി അത് എങ്ങനെയുള്ളതായിരിക്കണം? കായ്ഫലം കൂടുതലുള്ളത്. പിന്നെ അതിന് നമുക്ക് ടിക്ക് മാർക്ക് ഇടാം. പിന്നെ ഏതാണ്? ആരോഗ്യമുള്ള ചെടി, അതും നമുക്ക് ടിക്ക് ചെയ്യാം അല്ലേ? അതൊക്കെ വിത്തെടുക്കുന്ന ചെടി അങ്ങനെയുള്ളതൊക്കെ ഇതായിരിക്കണം. പിന്നെ എന്താണ്? അടുത്തെന്താണ്? വിത്തിനായി തിരഞ്ഞെടുക്കുന്ന ഫലം എങ്ങനെയുള്ളതായിരിക്കണം? മധ്യകാലത്തുണ്ടായ ഫലമായിരിക്കണം. അത് നമുക്ക് ടിക്ക് ചെയ്യാം. പിന്നെ ഏതാണ്? മൂപ്പെത്തിയതും ആയിരിക്കണം അല്ലേ? മൂപ്പെത്തിയ നല്ല പാകമായ പഴമായിരിക്കണം. അത് നമുക്ക് ടിക്ക് മാർക്ക് ചെയ്യാം. പിന്നെ എന്താണ്? തിരഞ്ഞെടുക്കുന്ന വിത്ത് അതെങ്ങനെയുള്ളതായിരിക്കണം? സ്വാഭാവികമായ ആകൃതിയുള്ളത് അല്ലേ? അതിന് നമുക്ക് ടിക്ക് ചെയ്യാം. പിന്നെ സ്വാഭാവികമായ ഭാരമുള്ളത്, അതും നമുക്ക് ടിക്ക് ചെയ്യാം. പിന്നെ അവസാനം ഒന്ന് കാണുന്നില്ലേ? സ്വാഭാവിക വലുപ്പമുള്ളത്, അതും നമുക്ക് ടിക്ക് ചെയ്യാം. വിത്തിന് ഇത്രയും ഗുണങ്ങൾ ഉണ്ടായിരിക്കണം. അങ്ങനെയുള്ള വിത്തുകളാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. നല്ല വിളവ് ലഭിക്കാൻ ഗുണമേന്മയുള്ള വിത്ത് തിരഞ്ഞെടുക്കണം. വിത്തിൻ്റെ ഗുണമേന്മ ഉറപ്പുവരുത്താൻ വിത്തെടുക്കുന്ന ഫലം, ചെടി എന്നിവയും ഗുണമേന്മയുള്ളതായിരിക്കണം. അപ്പം നമ്മൾ ഒരു വിത്ത് എടുക്കുമ്പോൾ, ഒരു ചെടി നടാൻ വേണ്ടി വിത്തെടുക്കുമ്പോൾ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. നല്ല ചെടിയായിരിക്കണം, നല്ല ഫലമുള്ളതായിരിക്കണം അല്ലേ? അപ്പോൾ ഒക്കെ ശ്രദ്ധിച്ചാലാണ് അതിൻ്റെ വിത്തും അതിൻ്റെ ഗുണമുണ്ടാവുള്ളൂ. വിത്തിൽ നിന്ന് മാത്രമാണോ പുതിയ സസ്യങ്ങൾ ഉണ്ടാകുന്നത്? തന്നിരിക്കുന്ന ചിത്രങ്ങൾ നിരീക്ഷിക്കുക. അപ്പോൾ ഇവിടെ കുറച്ച് ചിത്രങ്ങൾ തന്നിട്ടുണ്ട് അല്ലേ? 4 ചിത്രങ്ങൾ തന്നിട്ടുണ്ട്. ഇവയുടെ ഏത് ഭാഗത്ത് നിന്നാണ് സാധാരണ പുതിയ തൈ ഉണ്ടാകുന്നത്? ഈ ചിത്രത്തിൽ തന്ന ചെടിയുടെ ഏത് ഭാഗത്തിൽ നിന്നാണ് പുതിയൊരു തൈ ഉണ്ടാക്കുന്നതെന്നാണ് ചോദിക്കുന്നത്. അപ്പം നമുക്ക് നോക്കാം. അപ്പം ഇതൊക്കെയാണ് ഇവിടെ ചെടികൾ തന്നത്. കറിവേപ്പുണ്ട്, ഇഞ്ചിയുണ്ട്, ഇലമുളച്ചിയുണ്ട്, കുരുമുളകുണ്ട്. അപ്പം ഇതിൻ്റെയൊക്കെ എങ്ങനെയാണ് അതിൻ്റെ ഒരു അടുത്തൊരു തൈ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ആദ്യത്തേതാണ് കറിവേപ്പ് അല്ലേ? കറിവേപ്പ് വേരില്ലേ? വേരിൽ നിന്ന് കറിവേപ്പ് ഉണ്ടാകും. പിന്നെ രണ്ടാമത്തെ ചെടി ഏതാണ്? ഇഞ്ചി ഭൂകാണ്ഡത്തിൽ നിന്ന് ഉണ്ടാവുന്നത്. പിന്നെ മൂന്നാമത് കാണുന്നത് ഇലമുളച്ചിയാണ്. ഇലമുളച്ചി എങ്ങനെയാണ് അടുത്ത തൈ ഉണ്ടാകുന്നത്? ഇലയിൽ നിന്നും വേറെ ചെടി ഉണ്ടാകും. പിന്നെ അവസാനമായിട്ട് എന്താണ്? കുരുമുളകിൻ്റെ തണ്ട് കുഴിച്ചിട്ടാണ് നമ്മൾ വേറൊരു കുരുമുളക് തൈ ഉണ്ടാക്കുന്നത്. വേര്, തണ്ട്, ഇല, ഭൂകാണ്ഡം എന്നീ ഭാഗങ്ങളിൽ നിന്നും പുതിയ സസ്യങ്ങൾ ഉണ്ടാകുമെന്ന് മനസ്സിലായില്ലേ? ഇല്ലേ? നമ്മളിപ്പോൾ അത് മനസ്സിലാക്കിയില്ലേ കാര്യങ്ങളൊക്കെ? വിത്ത് മുളപ്പിച്ച് മാത്രമല്ല ഈ ഭാഗങ്ങൾ ഉപയോഗിച്ചും തൈച്ചെടികൾ ഉണ്ടാക്കാറുണ്ട്. അതിനാൽ ഇവയും നടീൽ വസ്തുക്കളാണ്. അപ്പോൾ വിത്ത് മാത്രമല്ല കേട്ടോ നടീൽ വസ്തുക്കൾ. നമ്മളിപ്പോൾ ഒരു ചെടി മുളപ്പിച്ചെടുക്കാൻ ഉപയോഗിക്കുന്ന വേരുണ്ട്, തണ്ട്, ഇല, ഭൂകാണ്ഡം, ഇതൊക്കെ ഉപയോഗിച്ച് നമ്മൾ ഒരുപാട് ചെടികൾ ഉണ്ടാക്കുന്നുണ്ട്, നമ്മൾ പറഞ്ഞില്ലേ? അപ്പം ഇവയും നടീൽ വസ്തുക്കളായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. കായിക പ്രജനനവും ലൈംഗിക പ്രത്യുൽപാദനവും. ഒരു സസ്യത്തിൻ്റെ കായിക ഭാഗങ്ങളായ വേര്, തണ്ട്, ഇല, ഭൂകാണ്ഡം എന്നിവയിൽ നിന്ന് പുതിയ തൈകൾ ഉണ്ടാകുന്ന പ്രക്രിയയാണ് കായിക പ്രജനനം. ഇത് ലൈംഗിക പ്രത്യുൽപാദനമാണ്. വിത്തുകൾ ഉണ്ടാകുന്നത് ലൈംഗിക പ്രത്യുൽപാദനത്തിലൂടെയാണ്. വിത്ത് മുളച്ചും തൈകൾ ഉണ്ടാകുമല്ലോ. അപ്പം വിത്ത് മുളച്ചിട്ടും തൈകൾ ഉണ്ടാകുന്നുണ്ട് അല്ലേ?
അപ്പം ഈ പറഞ്ഞ രീതിയിലും വേര്, തണ്ട്, ഇല, ഭൂഖണ്ഡം എന്നിവ ഉപയോഗിച്ചിട്ടും തൈകൾ ഉണ്ടാകുന്നുണ്ട്. കായിക പ്രജനനം വഴിയും ലൈംഗിക പ്രത്യുൽപാദനം വഴിയും ഉണ്ടാകുന്ന സസ്യങ്ങൾക്ക് ഉദാഹരണങ്ങൾ കണ്ടെത്തി ശാസ്ത്രപുസ്തകത്തിൽ എഴുതൂ. അപ്പം നമുക്ക് അത് എഴുതണം അല്ലേ. അപ്പോൾ അതിന് നമുക്കൊരു കള്ളി ഇതുപോലെ വരച്ചിട്ട്, പട്ടിക വരച്ചിട്ട് കള്ളിയൊക്കെ വരച്ച് എഴുതാം. അപ്പം അതിലെന്തൊക്കെയാണ് എഴുതേണ്ടത്? കായിക പ്രജനനം വഴി ഉണ്ടാകുന്നത് എങ്ങനെയാണ്? വേരിലൂടെ ഉണ്ടാകുന്നത്, കാണ്ഡത്തിലൂടെ ഉണ്ടാകുന്നത്, ഇലയിലൂടെ ഉണ്ടാകുന്നത്, ഭൂഖണ്ഡം വഴി ഉണ്ടാകുന്നത്, അങ്ങനെ എഴുതണം. പിന്നെ ലൈംഗിക പ്രത്യുൽപാദനം വഴി ഉണ്ടാകുന്ന വിത്തിലൂടെ ഉണ്ടാകുന്ന ചെടികൾ, അങ്ങനെയാണ് എഴുതേണ്ടത്. അപ്പം കായിക പ്രജനനം വഴി ഉണ്ടാകുന്നതിൽ വേരിലൂടെ ഉണ്ടാകുന്ന ചെടികൾക്ക് ഉദാഹരണം നമുക്ക് എഴുതാം. അപ്പോൾ ഒന്നിവിടെ തന്നിട്ടുണ്ട്, ഏതാണ്? ശീമപ്ലാവ്. പിന്നെ നമുക്ക് വേറെ എന്തൊക്കെ എഴുതാം? കറിവേപ്പില എഴുതാം, കൃഷ്ണകിരീടം എഴുതാം, കണിക്കൊന്ന. ഇതൊക്കെ വേരിലൂടെ ഉണ്ടാകുന്ന ചെടികളാണ്. ഇത് മാത്രമല്ല വേറെയുണ്ട്. വേറെ നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ അതും മക്കൾക്ക് എഴുതി ചേർക്കുക കേട്ടോ. പിന്നെ അടുത്തത് കാണ്ഡം വഴി ഉണ്ടാകുന്നത്. കാണ്ഡം വഴി ഉണ്ടാകുന്നതിൽ ഒന്നിവിടെ തന്ന ഏതാണ്? മുരിങ്ങയാണ് അല്ലേ. മുരിങ്ങയാണ്. ബാക്കി നമുക്ക് എഴുതാം. അടുത്ത് നമുക്ക് കോവയ്ക്ക എഴുതാം, കപ്പയുണ്ട്, കരിമ്പുണ്ട്, പിന്നെ വേറെയും ഒരുപാടുണ്ട്, അതും നിങ്ങൾക്ക് എഴുതാം. പിന്നെ ഇതാ ഇലമുളച്ചുണ്ടാവുന്നത് അല്ലേ. അതിലിവിടെ തന്ന എന്താണ്? ഇലമുളച്ചിയാണ്. ഇലമുളച്ചിയിൽ കൂടാതെ വേറെയും ഉണ്ട്, അതും എഴുതാം. നിശാഗന്ധി, കറ്റാർ വാഴ, ആഫ്രിക്കൻ വാലറ്റ്. പിന്നെ അടുത്തേതാണ്? ഭൂഖണ്ഡം വെച്ചിട്ടുണ്ടാകും അല്ലേ. മണ്ണിൻ്റെ അടിയിൽ ഉണ്ടാവുന്ന അല്ലേ, കാണ്ഡം ആയിട്ട് ഉണ്ടാവുന്ന ചെടികൾ. അത് നമുക്കില്ലേ എന്തൊക്കെയാണെന്ന് കാച്ചിലുണ്ട് അല്ലേ. കാച്ചിലിവിടെ ഒരു തന്നിട്ടുണ്ട്. ബാക്കി എന്തെഴുതാം? ഇഞ്ചി, ഉള്ളി, ഉരുളക്കിഴങ്ങ്, വേറെയും ഒരുപാടുണ്ട്, അതും മക്കൾക്ക് എഴുതാം. പിന്നെ ഇനി ലൈംഗിക പ്രത്യുൽപാദനം വഴി ഉണ്ടാകുന്നത്, അത് വിത്ത് മുളച്ചിട്ടുണ്ടാകുന്നതാണ് അല്ലേ. അതിൽ നമുക്ക് എന്തൊക്കെ എഴുതാം? മുരിങ്ങയാണ് ഇവിടെ ബുക്കിൽ തന്നിട്ടുള്ളത്, മുരിങ്ങയാണ് അല്ലേ. ബാക്കി അങ്ങോട്ട് നമുക്ക് എന്തെഴുതാം? തെങ്ങ്, വെണ്ട, മാവ് അല്ലേ. ബാക്കി കുറേ കാര്യങ്ങൾ ഇതുണ്ട്, ചെടികളുണ്ട്, നിങ്ങൾക്ക് നോക്കിയിട്ട് എഴുതാം. അപ്പം ഇതെങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഇത് നമ്മൾ വൃത്തിയിൽ ചെയ്യുക. മുരിങ്ങയിൽ വിത്ത് മുളച്ചും കമ്പ് മുറിച്ച് നട്ടും പുതിയ തൈച്ചെടികൾ ഉണ്ടാക്കുന്നുണ്ടല്ലോ. ഇതുപോലെ ലൈംഗിക പ്രത്യുൽപാദനം വഴിയും കായിക പ്രജനനം വഴിയും പുതിയ തലമുറയെ സൃഷ്ടിക്കുന്ന സസ്യങ്ങൾക്ക് കൂടുതൽ ഉദാഹരണങ്ങൾ കണ്ടെത്താമോ? അപ്പം രണ്ട് വഴിയും ഏതൊക്കെയാണത്? പിന്നെ കായിക പ്രജനനം വഴിയും പിന്നെ ലൈംഗിക പ്രത്യുൽപാദനം വഴിയും രണ്ട് രീതിയിലും പുതിയ സസ്യങ്ങൾ ഉണ്ടാക്കുന്ന ചെടികൾക്ക് ഉദാഹരണങ്ങളാണ് നമുക്ക് എഴുതേണ്ടത്. അപ്പം ഇതിവിടെ ഒന്നുള്ളത് ഏതാണ്? ശീമക്കൊന്നയാണ് തന്നത്. പിന്നെയും എഴുതാനുണ്ട് അല്ലേ. അതൊക്കെ ഒന്ന് എഴുതാം. കുരുമുളക്, കറിവേപ്പില, മുരിക്ക്, ഇതൊക്കെ അതിന് ഉദാഹരണമാണ് കേട്ടോ. രണ്ട് രീതിയിലും ഇതിനുള്ളിലൊക്കെ പുതിയ സസ്യങ്ങൾ ഉണ്ടാക്കാൻ കഴിയും. കൃഷി ചെയ്യുമ്പോൾ നല്ല വിത്ത് തിരഞ്ഞെടുക്കുന്നത് പോലെ പ്രധാനമാണ് നല്ല നടീൽ വസ്തുക്കളുടെ തിരഞ്ഞെടുപ്പും. ഗുണമേന്മയുള്ള സസ്യങ്ങളിൽ നിന്ന് നടീൽ വസ്തുക്കൾ തിരഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കണം. അപ്പം വിത്ത് തിരഞ്ഞെടുക്കുന്നത് പോലെ തന്നെ നടീൽ വസ്തുക്കൾ തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കണം. നല്ല ഗുണമേന്മയുള്ള സസ്യങ്ങളിൽ നിന്ന് വേണം നടീൽ വസ്തുക്കൾ തിരഞ്ഞെടുക്കാൻ. ഇവിടെ രണ്ട് കുട്ടികൾ സംസാരിക്കുന്നതാണുള്ളത് അല്ലേ. അപ്പോൾ ആ സംഭാഷണം ഒന്ന് നമുക്ക് നോക്കാം, എന്താണ് അവർ പറയുന്നത് എന്നുള്ളത്. ഒരു കുട്ടി പറയാണ്, ഹായ്, നന്നായി പഴുത്ത വലിയ പേരക്ക നടാനായി അതിൻ്റെ ഒരു കമ്പ് എനിക്ക് തരാമോ? അപ്പോൾ മറ്റേ മോള് പറയാണ്, കമ്പും പേരക്കയും തരാം, പക്ഷേ പേരയുടെ കമ്പ് മുളയ്ക്കുമോ? വിത്ത് മുളച്ച് മരമായി കായുണ്ടാവാൻ കുറേ വർഷമെടുക്കില്ലേ? ഇങ്ങനെയൊക്കെയാണ് ചോദിക്കുന്നത്. അപ്പം ഈ പേരയുടെ എല്ലാ ഗുണമുള്ളതും പെട്ടെന്ന് കായ്ഫലം തരുന്നതുമായ തൈകൾ ഉണ്ടാക്കാൻ എന്തു ചെയ്യാം? അപ്പം വിത്ത് മുളപ്പിച്ച് തൈ ഉണ്ടാക്കി അതിന് കായുണ്ടാവണമെങ്കിൽ കുറേ സമയം എടുക്കില്ലേ. അപ്പം പെട്ടെന്ന് കായ്ഫലം തരുന്നതുമായ ഈ മരത്തിൻ്റെ എല്ലാ ഗുണങ്ങളും ഈ തൈയുടെ എല്ലാ ഗുണങ്ങളുള്ളതുമായ വേറൊരു തൈ ഉണ്ടാക്കിയെടുക്കാൻ എന്ത് ചെയ്യാമെന്നാണ് ചോദിക്കുന്നത്. നമുക്ക് നോക്കാം. ഫലങ്ങളും വിത്തുകളും ഉണ്ടാകുന്നത് പരാഗണം വഴിയാണെന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ അല്ലേ. നമ്മളത് പഠിച്ചതാണ്. ഇങ്ങനെ ഉണ്ടാകുന്ന സസ്യങ്ങൾക്ക് മാതൃസസ്യത്തിൻ്റെ ഗുണങ്ങൾ മാത്രമാണോ ലഭിക്കുന്നത്? ഒരു ചെടിയുടെ കമ്പ് മുളപ്പിച്ച് പുതിയ ചെടി ഉണ്ടാവുകയാണെങ്കിലോ അതിന് മാതൃസസ്യത്തിൻ്റെ അതേ ഗുണങ്ങൾ തന്നെയല്ലേ ഉണ്ടാവുക? ചെമ്പരത്തി, മരിച്ചീനി, മധുരക്കിഴങ്ങ് തുടങ്ങിയവയുടെ കാണ്ഡം എളുപ്പത്തിൽ മുളയ്ക്കുമല്ലോ. എന്നാൽ പേരയുടെ കമ്പ് നട്ടാൽ മുളയ്ക്കാൻ പ്രയാസമാണ്. കമ്പിൽ വേര് മുളപ്പിക്കാൻ കഴിഞ്ഞാലോ? അങ്ങനെ ചെയ്താൽ പേരമരം വളർന്ന് വേഗം കായ്ക്കില്ലേ? നമുക്ക് ചെയ്തു നോക്കാം. അപ്പം പേരമരത്തിൻ്റെ കമ്പ് നട്ട് മുളപ്പിച്ചെടുക്കുമ്പോഴേക്കും അത് കുറേ സമയം എടുക്കില്ലേ അതിൻ്റെ കായ് ലഭിക്കാൻ. അപ്പം കമ്പിൽ വേര് മുളപ്പിച്ചിട്ട് പേരമരം ഉണ്ടാക്കിയെടുത്താലോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളാണ് പറയുന്നത്. എന്തൊക്കെയാണ് അത്? പതിവെക്കൽ അല്ലേ, ലെയറിങ്. അപ്പോൾ എന്താണ്, എങ്ങനെയാണത്? പേര, സപ്പോട്ട, ചാമ്പ, ബദാം, അത്തി തുടങ്ങിയ സസ്യങ്ങളിൽ മാതൃസസ്യത്തിൻ്റെ കമ്പുകളിൽ വേര് മുളപ്പിച്ച ശേഷം
ആ ഭാഗം മുറിച്ച് നട്ട് പുതിയ തൈകൾ ഉണ്ടാക്കാം. പേരയിൽ പതിവെക്കുന്നതിൻ്റെ ഘട്ടങ്ങൾ പരിചയപ്പെടാം. പേരയിൽ പതിവെക്കുന്നതിൻ്റെ ഘട്ടങ്ങളാണല്ലോ. ഫസ്റ്റിലത്തെ ഒന്ന് എന്താണ്? ഘട്ടം 1, മാതൃസസ്യത്തിൽ നിന്ന് പെൻസിൽ വണ്ണമുള്ള ഒരു കമ്പ് തിരഞ്ഞെടുക്കുക. പ്രധാന തടിയിൽ നിന്നുള്ളതാണ് കൂടുതൽ നല്ലത്. ഈ കമ്പിൽ 2 പർവ്വങ്ങൾക്ക് ഇടയിലുള്ള തൊലി 2-3 സെൻറ്റിമീറ്റർ നീളത്തിൽ വളയാകൃതിയിൽ ചെത്തി മാറ്റുക. ഇതവിടെ കാണുന്നുണ്ട് അല്ലേ? ചിത്രത്തിൽ കാണുന്നുണ്ട്. അതുപോലെ ചെയ്യുക. അത് ഘട്ടം 1. ഘട്ടം 2 എങ്ങനെയാണ്? ചകിരിച്ചോറ്, മണ്ണ്, ചാണകപ്പൊടി എന്നിവ ചേർത്ത മിശ്രിതം ചെറിയ നനവോടെ ഈ ഭാഗത്ത് വെച്ച ശേഷം ഒരു പോളിത്തീൻ കവർ ഉപയോഗിച്ച് പൊതി കെട്ടുക. ആവശ്യമെങ്കിൽ ഇടയ്ക്ക് നനയ്ക്കണം. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ, കട്ട് ചെയ്ത ഒരു ഭാഗമല്ലേ, വട്ടത്തിൽ കട്ട് ചെയ്ത ഭാഗത്ത് എന്താണ്? ചകിരിച്ചോറും മണ്ണ്, ചാണകപ്പൊടി എന്നിവ ചേർത്ത മിശ്രിതം ചെറിയ നനവോടെ ഈ ഭാഗത്ത് വെച്ച് കെട്ടണം. എന്തുകൊണ്ട്? ഒരു പോളിത്തീൻ കവർ ഉപയോഗിച്ച് കെട്ടണം. അപ്പോൾ അങ്ങനെ കെട്ടി വെക്കുക. ഇനി അതിന് ആവശ്യമുണ്ടെങ്കിൽ നനച്ചു കൊടുക്കുകയും വേണം. പിന്നെ എന്താണ്? ഘട്ടം 3 എന്താണ്? 2 മാസത്തിനകം പതിവെച്ച ഭാഗത്ത് ധാരാളം വേരുകൾ ഉണ്ടാകും. വേര് മുളച്ച കമ്പ് പതിവെച്ചതിന് താഴെ മുറിച്ചെടുത്ത് ചെടിച്ചട്ടിയിലോ ഗ്രോ ബാഗിലോ നടാവുന്നതാണ്. അപ്പം കുറച്ച് കഴിഞ്ഞാൽ 1-2 മാസം കഴിഞ്ഞാൽ ഈ ഭാഗത്ത്, ഈ പതിവെച്ച ഭാഗത്ത് വേരുകൾ ഉണ്ടാവും. അപ്പം വേര് വന്നതിൻ്റെ താഴെ ഭാഗത്തു നിന്ന് അല്ലേ, പതിവെച്ചതിൻ്റെ താഴെ ഭാഗത്തു നിന്ന് അത് മുറിച്ചെടുത്തിട്ട് നമുക്ക് ഗ്രോ ബാഗിലോ ചെടിച്ചട്ടിയിലൊക്കെ നടാം. വളർന്നു തുടങ്ങിയാൽ മണ്ണിലേക്ക് മാറ്റി നടാം. അപ്പോൾ അത് കുറച്ച് കഴിഞ്ഞാൽ അത് കുറച്ചുകൂടി ഒന്ന് വലുതാവുമല്ലോ. അപ്പോൾ അന്നേരം നമുക്കത് ഇടുന്നെടുത്ത് നല്ല മണ്ണിലേക്ക് മാറ്റി നടാം. ഇങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് പതിവെക്കുന്നത്? എന്താണ്? മാതൃസസ്യത്തിൻ്റെ കമ്പുകളിൽ വേര് മുളപ്പിച്ച ശേഷം ആ ഭാഗം മുറിച്ച് നട്ട് പുതിയ തൈകൾ ഉണ്ടാക്കുന്ന രീതിയാണ് പതിവെക്കൽ. ഇതും നന്നായിട്ട് മക്കൾ വായിച്ച് പഠിക്കണേ. ഇങ്ങനെയൊന്ന് ചെയ്തു നോക്കണം. നിങ്ങൾക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റിയെങ്കിൽ അതൊന്ന് ചെയ്തു നോക്കുകയും വേണേ. നാഗപതിവെക്കൽ, സർപ്പൻറ്റൈൻ ലെയറിംഗ്. കുരുമുളക് പോലുള്ള ചെടികളുടെ നീളമുള്ള ശാഖകൾ മണ്ണിനടിയിലേക്ക് വളച്ചു വെച്ച് പല ഭാഗങ്ങളിൽ പർവ്വഭാഗങ്ങളിൽ ഇടവിട്ട് മണ്ണിട്ട് മൂടിയും പതിവെക്കാം. ഈ രീതിയിൽ ഒരേ സമയം ഒന്നിലധികം തൈകൾ ഒരു ശാഖയിൽ നിന്ന് ലഭിക്കും. ഇപ്പോൾ കുരുമുളക് വള്ളികൾ കണ്ടിട്ടില്ലേ? അപ്പം അത് നീളത്തിൽ വെച്ചിട്ട് മണ്ണിനടിയിലേക്ക് വെച്ചിട്ട് ഇങ്ങനെ മണ്ണിട്ട് ഇങ്ങനെ മൂടി വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും വേരുകൾ പൊട്ടി വേറെ കുറച്ച് തൈകൾ ഉണ്ടാകുന്നുണ്ട്. അപ്പം വിവിധ രീതികളിൽ പതിവെക്കുന്ന സസ്യങ്ങൾ. അപ്പം ഒന്ന് വായുവിൽ പതിവെക്കൽ, എയർ ലെയറിംഗ്. പിന്നെ ഏതാണ്? നാഗപതിവെക്കൽ, സർപ്പൻറ്റൈൻ ലെയറിംഗ്. അപ്പം ഇങ്ങനെ 2 കോളം തന്നിട്ടുണ്ട്. ആ കോളത്തിൽ അങ്ങനത്തെ ചെടികളെ പേരാണ് തന്നത്. അപ്പം വായുവിൽ പതിവെക്കുന്ന ചെടികളുടെ പേരാണെന്ത്? പേര, കശുമാവ്, സപ്പോട്ട, റോസ്, ചാമ്പ, അത്തി, ബദാം. പിന്നെ നാഗപതിവെക്കലിൽപ്പെട്ടതാണ് ബോഗൺവില്ല, മുല്ല, പിച്ചി, കുരുമുളക്, മുന്തിരി, ജമന്തി, വെറ്റില എന്നിവ. പതിവെച്ചുണ്ടാകുന്ന സസ്യങ്ങളുടെ ചില സവിശേഷതകൾ ശ്രദ്ധിക്കൂ. അപ്പം നമ്മൾ പതിവെക്കുന്നതിൻ്റെ കാര്യങ്ങളൊക്കെ പഠിച്ചില്ലേ? അപ്പം അതിൻ്റെ അങ്ങനെ ഉണ്ടാകുന്ന ചെടികളുടെ സവിശേഷതകളാണ് ഇത്. കുറച്ച് ഇവിടെ തന്നിട്ടുണ്ട്, നമുക്കത് വായിച്ചു നോക്കാം. മാതൃസസ്യത്തിൻ്റെ ഗുണങ്ങൾ ഉണ്ടാകും. പിന്നെ ചെടിയുടെ വലിപ്പവും ആയുർദൈർഘ്യവും കുറവായിരിക്കും. വേഗത്തിൽ പൂക്കുകയും കായ്ക്കുകയും ചെയ്യും. തായ്വേര് പടലം ഉണ്ടായിരിക്കില്ല. കൂടുതൽ പരിചരണം ആവശ്യമാണ്. മറ്റ് ചെടികളെ പോലെയല്ല, നമ്മളതിനെ കൂടുതൽ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം. പതിവെക്കലിലൂടെ ഉൽപ്പാദിപ്പിക്കുന്ന സസ്യങ്ങളുടെ ഗുണങ്ങളും ദോഷങ്ങളും ശാസ്ത്രപുസ്തകത്തിൽ തരംതിരിച്ച് പട്ടികപ്പെടുത്തു. അപ്പോൾ ഇതിന് കുറച്ച് ദോഷങ്ങളുണ്ട്, ഗുണങ്ങളുണ്ട്. അപ്പോൾ അത് രണ്ടും തരംതിരിച്ച് നിങ്ങളുടെ ശാസ്ത്രപുസ്തകത്തിൽ എഴുതണം. പിന്നെ ഇവിടെ എന്താണുള്ളത്? അധിക വായനയ്ക്ക് എന്താണത്? വേര് മുളപ്പിക്കൽ ഇങ്ങനെയും എന്താണത്? തണ്ട് ഉപയോഗിച്ചുള്ള കായിക പ്രജനന രീതിയുടെ വിജയസാധ്യത പരമാവധി കൂട്ടാൻ ആക്സിൻ പോലുള്ള സസ്യ ഹോർമോണുകൾ അടങ്ങിയ ലായനിയിൽ വേര് മുളയ്ക്കേണ്ട കാണ്ഡഭാഗം മുക്കിവെച്ച് വേഗത്തിൽ വേര് പിടിപ്പിക്കുന്ന രീതി ഇന്ന് നിലവിലുണ്ട്. അത് നിങ്ങൾ ഒന്ന് വായിച്ച് മനസ്സിലാക്കണം കേട്ടോ. അപ്പോൾ ഇവിടെ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ പതിവെക്കലിലൂടെ ഉൽപ്പാദിപ്പിക്കുന്ന സസ്യങ്ങളുടെ ഗുണങ്ങളും ദോഷങ്ങളും ശാസ്ത്രപുസ്തകത്തിൽ തരംതിരിച്ച് പട്ടികപ്പെടുത്തി എഴുതാൻ പറഞ്ഞിട്ടുണ്ടല്ലേ? അപ്പോൾ അത് നമുക്കൊന്ന് എഴുതി നോക്കാം. അതിന് നമുക്ക് ഒരു പട്ടിക പോലെ തയ്യാറാക്കിയിട്ടില്ലേ, കള്ളിയൊക്കെ വരഞ്ഞിട്ട് അത് എഴുതാം. അപ്പോൾ അതിൻ്റെ എന്തൊക്കെയാണ് ഗുണങ്ങളും എന്തൊക്കെയാണ് ദോഷങ്ങളും എന്നൊക്കെ ഉള്ളത് എഴുതി നോക്കാം. ആദ്യം നമുക്ക് ഗുണങ്ങൾ എഴുതാം. അപ്പോൾ എന്താണ് ആദ്യത്തെ ഗുണം? എന്താണ്? മാതൃസസ്യത്തിൻ്റെ ഗുണങ്ങൾ ഉണ്ടാകും. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ പതിവെക്കലിലൂടെ ഉൽപ്പാദിപ്പിക്കുന്ന സസ്യങ്ങൾക്ക് മാതൃസസ്യത്തിൻ്റെ ഗുണങ്ങളെല്ലാം ഉണ്ടാകും. പിന്നെ വേഗത്തിൽ പൂക്കുകയും കായ്ക്കുകയും ചെയ്യും. പിന്നെ ചെടിയുടെ വലിപ്പം കുറവായിരിക്കും. ഇതൊക്കെ അതിൻ്റെ ഗുണങ്ങളാണ്. പിന്നെ ദോഷങ്ങൾ എന്തൊക്കെയാണ്? ചെടിയുടെ ആയുർദൈർഘ്യം കുറവായിരിക്കും. കൂടുതൽ പരിചരണം ആവശ്യമാണ്. പിന്നെ
തായ്വേര് പടലം ഉണ്ടായിരിക്കില്ല. അപ്പോൾ ഇത്തരം ചെടികൾക്ക് ആയുർദൈർഘ്യം കുറവായിരിക്കും. മറ്റ് ചെടികളെ അപേക്ഷിച്ച് ആയുർദൈർഘ്യം കുറവായിരിക്കും. പിന്നെ പരിചരണവും കൂടുതൽ വേണം. പിന്നെ തായ്വേര് പടലം ഉണ്ടായിരിക്കില്ല. അപ്പോൾ ഇതൊക്കെ അതിൻ്റെ ദോഷങ്ങളുമാണ്. അപ്പോൾ ഇതും നമുക്ക് എഴുതാം. കമ്പൊട്ടിക്കൽ, ഗ്രാഫ്റ്റിംഗ് എന്താണത്? ചിത്രം നോക്കൂ. ഇവിടെ ഒരു മാവിൻ്റെ ചിത്രം തന്നിട്ടുണ്ട് അല്ലേ? ഈ മാവിൻ്റെ ഒരു തൈ വേണം. ഇതിൻ്റെ ഒരു തൈ നമുക്ക് വേണമെന്ന് വിചാരിക്കാം. അത് പതിവെക്കൽ വഴി ഉണ്ടാക്കാൻ കഴിയുമോ? അത് കുറച്ച് ബുദ്ധിമുട്ടാണല്ലേ? അതെന്താണ് പറയുന്നത്? അത് പറ്റില്ല. എന്താണ്? മാവിൻ്റെ കൊമ്പിൽ വേര് പിടിപ്പിക്കാൻ പ്രയാസമാണ്. വിത്ത് നട്ടാലോ? മാങ്ങ ഉണ്ടാവാൻ കുറേ വർഷങ്ങൾ കഴിയും. നമുക്ക് പെട്ടെന്ന് ഒരു മാങ്ങ ഉണ്ടാക്കണം തോന്നിയാൽ പറ്റില്ല അല്ലേ? വിത്ത് മുളപ്പിച്ചുണ്ടാക്കുമ്പോൾ കുറേ വർഷങ്ങൾ എടുക്കും. അതിന് ഈ മാവിൻ്റെ എല്ലാ ഗുണങ്ങളും ഉണ്ടാകണമെന്നുമില്ല. അപ്പോൾ ഈ മാവിൻ്റെ എല്ലാ ഗുണങ്ങളോടും കൂടിയ തൈ ഉണ്ടാക്കുന്നത് എങ്ങനെ നമുക്ക് പരിശോധിക്കാം. അപ്പം നമുക്ക് അതിനെപ്പറ്റി ഒന്ന് നോക്കാം. ഇവിടെ എന്താണ് താഴെ എന്താണ് കൊടുത്തത്? 2 ഇനം മാവുകളുടെ സവിശേഷതകൾ പട്ടികയിൽ തന്നിരിക്കുന്നു. പട്ടിക വിശകലനം ചെയ്യും. താഴെ ഒരു പട്ടിക കൊടുത്തിട്ടുണ്ട്. അതിൽ 2 ഇനം മാവുകളുടെ സവിശേഷതകളും തന്നിട്ടുണ്ട്. നമുക്കതൊന്ന് നോക്കാം. അപ്പം 2 ഇനം മാവിൽ ഒന്ന് നാടൻ മാവാണ്, ഒന്ന് നീലം മാവാണ്. അപ്പോൾ നാടൻ മാവ് എങ്ങനെയൊക്കെയുള്ളതാണ്? താരതമ്യേന ചെറിയ മാവാണ്. പുളിയുള്ളതോ മധുരമുള്ളതോ ആയ മാങ്ങയാണ്. നമ്മുടെ മണ്ണിൽ നന്നായി വളരും. പ്രത്യേക പരിചരണം ആവശ്യമില്ല. അപ്പം നീലം മാങ്ങയ്ക്കോ? വലിയ മാങ്ങയാണ്, നല്ല മധുരമുള്ള മാങ്ങയാണ്, നമ്മുടെ മണ്ണിൽ നന്നായി വളരില്ല. പിന്നെ നല്ല പരിചരണം വേണം. മറ്റേ നാടൻ മാങ്ങയെ അപേക്ഷിച്ച് നല്ല പരിചരണം വേണം. പിന്നെന്താണ്? ഫലത്തിൻ്റെ ഗുണമേന്മയിൽ ഏത് മാവാണ് മികച്ചത്? ഇപ്പം ഈ 2 പറഞ്ഞതിൽ ഫലത്തിൻ്റെ ഗുണമേന്മയിൽ ഏത് മാവാണ് മികച്ചു നിൽക്കുന്നത്? നീലം മാവ് അല്ലേ? അതിനാണ് മധുരവും കൂടുതലാണ്. പിന്നെന്താണ്? വലിയ മാങ്ങയായിരിക്കും അല്ലേ? അതൊക്കെ ഉണ്ട്. അപ്പോൾ നീലം മാവാണ് മറ്റേ മാവിനെ അപേക്ഷിച്ച് കുറച്ചുകൂടി നന്നായി നിൽക്കുന്നത്. പിന്നെ എന്താണ്? നീലം മാവിനെ അപേക്ഷിച്ച് നാടൻ മാവിന് എന്തെല്ലാം മേന്മകൾ ഉണ്ടോ? എന്തൊക്കെ മേന്മകളുണ്ട് നീലം മാവിനെ അപേക്ഷിച്ച് നാടൻ മാവിന്? നാടൻ മാവ് നമ്മുടെ മണ്ണിൽ നന്നായി വളരുന്നു. മാത്രവുമല്ല ഇവയ്ക്ക് പ്രത്യേകം പരിചരണവും ആവശ്യമില്ല. അപ്പം നാടൻ മാവ് എന്താണ്? നമ്മൾ നട്ട് കഴിഞ്ഞാൽ അതിന് നമ്മൾ ഒരുപാട് ഇങ്ങനെ പരിചരിക്കുകയും വേണ്ട. പിന്നെ നമ്മളെ മണ്ണിൽ അത് നന്നായിട്ടങ്ങ് വളരുകയും ചെയ്യും. അതൊരു നാടൻ മാവിൻ്റെ ഒരു ഗുണമാണ്. പിന്നെന്താണ്? നീലം മാവിൻ്റെ ഒരു കമ്പ് നാടൻ മാവിൻ്റെ തൈയിൽ വെച്ച് പിടിപ്പിച്ച് ഒരു പുതിയ തൈ ഉണ്ടാക്കിയാൽ ആ മാവിന് എന്തെല്ലാം പ്രത്യേകതകൾ ഉണ്ടാവും? അപ്പം നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ അതെന്താണ്? നീലം മാവിൻ്റെ ഒരു കമ്പ് നാടൻ മാവിൻ്റെ തൈയിൽ വെച്ച് പിടിപ്പിക്കുക. അപ്പം എന്തൊക്കെ ഒരു പുതിയ തൈ ഉണ്ടാകുമ്പോൾ എന്തൊക്കെ ഗുണങ്ങളാണ് ആ മാവിൻ തൈക്ക് ഉണ്ടാവുക എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ എന്താണ്? നമ്മുടെ മണ്ണിൽ നന്നായി വളരും അല്ലേ? അപ്പം അതൊരു മാതൃസസ്യത്തിൻ്റെ ഗുണം കാണിക്കുമല്ലോ. അപ്പം നമ്മുടെ മണ്ണിൽ നന്നായി വളരും. നീലം മാവിൻ്റെ മാങ്ങ ലഭിക്കും. അപ്പോൾ നീലം മാവിൻ്റെ കമ്പാണല്ലോ നടുന്നത്, ഈ മറ്റേ മാവിൽ വെച്ച് പിടിപ്പിക്കുന്നത്. അപ്പം അതിൻ്റെ മാങ്ങ ലഭിക്കുകയും ചെയ്യും. പിന്നെ എന്തൊക്കെ ഉണ്ടാവും? വേഗത്തിൽ പൂക്കുകയും കായ്ക്കുകയും ചെയ്യും. അപ്പം അതും അതിൻ്റെ ഒരു ഗുണമാണ്. പിന്നെ ഇങ്ങനെ ഒരു തൈ ഉണ്ടാക്കുന്ന രീതി പരിചയപ്പെടാം. എന്താണ് അങ്ങനത്തെ? കമ്പ് ഒട്ടിക്കാം. 6 മാസം മുതൽ 1 വർഷം വരെ പ്രായമുള്ള ഒരു മൂവാണ്ടൻ മാവിൻ്റെ തൈ തിരഞ്ഞെടുക്കുക. വേരോട് കൂടിയ ഈ ചെടിയെ റൂട്ട് സ്റ്റോക്ക് എന്ന് വിളിക്കുന്നു. ഇതവിടെ ചിത്രം ഉണ്ട് അല്ലേ? റൂട്ട് സ്റ്റോക്ക്. നല്ല കായ്ഫലമുള്ള നീലം മാവിൽ നിന്ന് റൂട്ട് സ്റ്റോക്കിൻ്റെ അതേ വണ്ണമുള്ള ഒരു കമ്പ് മുറിച്ചെടുക്കുക. ഇതിനെ സയൺ എന്ന് പറയുന്നു. അതും ഇവിടെ ചിത്രമുണ്ട്. പുതിയ മുകുളങ്ങൾ വരാൻ തുടങ്ങിയ കമ്പാണ് സയൺ ആയി തിരഞ്ഞെടുക്കേണ്ടത്. അപ്പം അത് ശ്രദ്ധിക്കണം. കമ്പൊട്ടിക്കാനായി റൂട്ട് സ്റ്റോക്കിൻ്റെ അടിവശത്ത് നിന്ന് 15 സെൻറ്റിമീറ്റർ മുകളിൽ വെച്ച് മുറിച്ച് മാറ്റണം. റൂട്ട് സ്റ്റോക്കിൻ്റെ ഈ ഭാഗത്ത് നടുവിൽ കത്തി ഉപയോഗിച്ച് 4 സെൻറ്റിമീറ്റർ നീളത്തിൽ താഴേക്ക് മുറിക്കുക. അപ്പോൾ ഇവിടെ ചിത്രത്തിലുണ്ടത് അല്ലേ? കാണുന്നില്ലേ? നിങ്ങൾ കട്ട് ചെയ്യുന്നതും ഇത് മുറിഞ്ഞ കഷ്ണം കാണുന്നില്ലേ അല്ലേ? സയണിൻ്റെ അടിഭാഗം 2 വശവും ചിത്രത്തിൽ കാണുന്നത് പോലെ ചെരിച്ച് ചെത്തണം. അതൊക്കെ ചിത്രത്തിലുണ്ട്, കാണില്ലേ? ചെരിച്ച് ചെത്തിയ ഭാഗം കണ്ടില്ലേ? റൂട്ട് സ്റ്റോക്കിൽ ഉണ്ടാക്കിയ വിടവിലേക്ക് സയൺ തിരുകി വെച്ച് പോളിത്തീൻ ടാപ്പ് ഉപയോഗിച്ച് ചുറ്റിക്കെട്ടണം. സയൺ സ്റ്റോക്കിനോട് ഒട്ടി വളർന്നു കഴിഞ്ഞാൽ ചെടി സൗകര്യപ്രദമായ സ്ഥലത്തേക്ക് മാറ്റി നടാം. അപ്പം ഇത് ഇങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പം കമ്പൊട്ടിക്കൽ, ക്രാഫ്റ്റിംഗ് എന്താണ്? ഗുണമേന്മയുള്ള ഒരു സസ്യത്തിൻ്റെ കമ്പ് അതേ വർഗത്തിൽപ്പെട്ട വേരോട് കൂടിയ മറ്റൊരു സസ്യത്തിൽ ഒട്ടിച്ചു ചേർത്ത് മികച്ച ഇനം തൈ ഉൽപ്പാദിപ്പിക്കുന്ന രീതിയാണ് കമ്പൊട്ടിക്കൽ. ഒട്ടിക്കാനായി തിരഞ്ഞെടുക്കുന്ന വേരോട് കൂടിയ ചെടിയെ റൂട്ട് സ്റ്റോക്ക് എന്നും ഒട്ടിക്കുന്ന കമ്പിനെ സയൺ എന്നും പറയുന്നു. അപ്പം നമ്മളിവിടെ പറഞ്ഞ റൂട്ട് സ്റ്റോക്ക്, സയണൊക്കെ ഇതാണ് കേട്ടോ. ഈ കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചു വെക്കുക. കമ്പൊട്ടിക്കൽ വഴി തൈ ഉണ്ടാക്കുന്നതിൻ്റെ നേട്ടങ്ങൾ എന്തെല്ലാമാണ്?
ചർച്ച ചെയ്ത് ശാസ്ത്രപുസ്തകത്തിൽ എഴുതൂ. അപ്പം നമ്മൾ പറഞ്ഞില്ലേ കമ്പൊട്ടിക്കലിൻ്റെ രീതി. അപ്പം അതുകൊണ്ടുള്ള നേട്ടങ്ങൾ എന്തെല്ലാം എന്നുള്ളത് നമുക്ക് ശാസ്ത്രപുസ്തകത്തിൽ എഴുതണം. അപ്പോൾ എന്താണൊന്ന്, വേഗത്തിൽ പൂക്കുകയും കായ്ക്കുകയും ചെയ്യും. അത് അതിൻ്റെ ഒരു ഗുണമാണ് അല്ലേ, വേഗത്തിൽ പൂക്കുകയും കായ്ക്കുകയും ചെയ്യുന്നുള്ളത്. പിന്നെ വേറെ എന്തൊക്കെ നേട്ടങ്ങൾ നമുക്ക് എഴുതാം? പിന്നെ നല്ല വിളവ് ലഭിക്കും അല്ലേ, നന്നായിട്ട് വിളവ് ലഭിക്കും. കായ്കളുടെ ഗുണവും കൂടും. പിന്നെ രോഗപ്രതിരോധ ശേഷി ഉണ്ടായിരിക്കും. അപ്പം ഇതൊക്കെ അതിൻ്റെ ഒരു നേട്ടങ്ങളാണ്. കമ്പൊട്ടിക്കൽ വഴി ഉണ്ടാക്കിയ മാവിൻ തൈ കുറഞ്ഞ കാലം കൊണ്ട് പൂക്കുകയും കായ്ക്കുകയും ചെയ്യുന്നതാണ്. എന്തുകൊണ്ടാവാം? അത് അങ്ങനെ ചെയ്യുന്നത് എന്തുകൊണ്ടാവാമെന്ന് ചോദിച്ചത്. കമ്പൊട്ടിക്കൽ വഴി ഉണ്ടാക്കിയ മാവിൻ തൈ. അപ്പോൾ അതെന്തുകൊണ്ടായിരിക്കും? കമ്പൊട്ടിക്കൽ വഴി സയനായി എടുക്കുന്ന കമ്പിന് അതിൻ്റെ മാതൃസസ്യത്തിൻ്റെ മൂപ്പ് ഉണ്ടായിരിക്കും. അതുകൊണ്ടാണ് കുറഞ്ഞ കാലം കൊണ്ട് പൂക്കുകയും കായ്ക്കുകയും ചെയ്യുന്നത്. പിന്നെന്താണ്, സയനായി എടുക്കുന്ന കമ്പ് മൂപ്പെത്തിയില്ലെങ്കിൽ കായ്കൾ ഉണ്ടാകാൻ കൂടുതൽ കാലം വേണ്ടി വരുമോ? അപ്പം സയനായി തിരഞ്ഞെടുക്കുന്ന ഭാഗമില്ലേ, അത് അതിന് വലിയ ആവശ്യമുള്ള മൂപ്പ് എത്തിയിട്ടില്ലെങ്കിൽ കായ്കൾ ഉണ്ടാകാൻ നിൽക്കുന്ന സമയം വൈകുമോ? അതാണ് ചോദിക്കുന്നത്. എന്തായിരിക്കും ഉത്തരം? തീർച്ചയായും വേണ്ടി വരും അല്ലേ. കുറച്ച് സമയം മൂപ്പ് എത്തിയിട്ടില്ലെങ്കിൽ കായ്കൾ ഉണ്ടാകാൻ കുറച്ച് സമയം വേണ്ടി വരും. ഇതെവിടെ നോക്ക്, ഇവിടെ ഒരു ചിത്രം തന്നിട്ടുണ്ട് അല്ലേ. അപ്പം എന്താണ് പറയുന്നത്? താഴെ കൊടുത്തിരിക്കുന്ന ചിത്രം നിരീക്ഷിക്കൂ. കമ്പൊട്ടിച്ച സ്ഥലത്തിനു താഴെ വളർന്നു വരുന്ന മുകുളം കണ്ടില്ലേ? ചിത്രത്തിൽ കാണുന്നുണ്ട് അല്ലേ, താഴെ ഭാഗത്തൊരു മുകുളം കിടക്കുന്നത്. ഈ മുകുളം മുറിച്ചു മാറ്റിയില്ലെങ്കിൽ ചെടിയുടെ ഗുണമേന്മയെ ബാധിക്കുമോ? ശാസ്ത്രപുസ്തകത്തിൽ എഴുതൂ. അപ്പം ഇത് ഒട്ടിച്ച ഒരു ചെടിയാണല്ലേ. അപ്പം ഇതിന് എല്ലാ ഗുണങ്ങളും കിട്ടുമോ? ഈ മുകുളം മുറിച്ചു മാറ്റിയില്ലെങ്കിൽ അതിൻ്റെതായ ഗുണം അതിന് കിട്ടുമോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ അത് ശാസ്ത്രപുസ്തകത്തിൽ നമുക്ക് എഴുതണം. തീർച്ചയായും ചെടിയുടെ ഗുണമേന്മയെ ബാധിക്കും. കാരണം കമ്പൊട്ടിച്ച ഭാഗത്തിന് താഴെയുള്ള മുകുളം റൂട്ട് സ്റ്റോക്ക് ചെടിയിൽ നിന്നാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ മുകുളത്തിന് റൂട്ട് സ്റ്റോക്ക് ചെടിയുടെ പ്രത്യേകതയാണ് ഉണ്ടാവാൻ സാധ്യത. അതുകൊണ്ട് വിളവ് കുറയാൻ ഇത് കാരണമാകുന്നു. അടുത്ത മൂവാണ്ടൻ മാവിൽ നീലം മാവിൻ്റെ കമ്പൊട്ടിക്കുന്ന കാര്യമാണല്ലോ ചർച്ച ചെയ്തത്. മൂവാണ്ടൻ മാവിൻ്റെ റൂട്ട് സ്റ്റോക്കിൽ മൂപ്പെത്തിയ മറ്റൊരു മൂവാണ്ടൻ മാവിൻ്റെ സയൻ ഒട്ടിച്ച് പുതിയ മാവ് ഉണ്ടാക്കിയാൽ എന്തെങ്കിലും നേട്ടമുണ്ടാകുമോ? അത് നമുക്ക് എഴുതി നോക്കാം. തീർച്ചയായും നേട്ടമുണ്ടാകും. ഇങ്ങനെ ചെയ്താൽ കുറഞ്ഞ കാലം കൊണ്ട് ഇത് പൂക്കുകയും കായ്ക്കുകയും ചെയ്യുന്നത് നമുക്ക് കാണാൻ കഴിയും. ഇവിടെ സയനായി എടുക്കുന്ന മാവിൻ കമ്പിന് മാതൃസസ്യത്തിൻ്റെ പ്രായമുണ്ടാകില്ലേ? വേഗം ഫലം തരാൻ ഇത് സഹായിക്കില്ലേ? ഇല്ലേ? മൽഗോവ, നാടൻ മാവിനമായ ഗോമാവ് എന്നിവ ഉപയോഗിച്ച് ഇത്തരത്തിലൊരു തൈ ഉണ്ടാക്കണം. ഇവിടെ ഏത് റൂട്ട് സ്റ്റോക്കായും ഏത് സയനായും തിരഞ്ഞെടുക്കും? ഇതിനുള്ള കാരണം ശാസ്ത്രപുസ്തകത്തിൽ എഴുതൂ. അപ്പം അത് നമുക്ക് എഴുതണം അല്ലേ. ഏതാണ് റൂട്ട് സ്റ്റോക്കായി എടുക്കുന്നതും ഏതാണ് സയനായി എടുക്കേണ്ടതെന്നൊക്കെയുള്ള കാര്യങ്ങൾ എഴുതണം. അപ്പോൾ അത് നമുക്ക് എഴുതി നോക്കാം. ഇവിടെ റൂട്ട് സ്റ്റോക്കായി നാടൻ മാവിനമായ ഗോമാവാണ് ഉപയോഗിക്കേണ്ടത്. മൽഗോവ സയനായി ഉപയോഗിക്കുക. എന്താണ് അതിൻ്റെ കാരണം? കാരണം നമ്മുടെ മണ്ണിൽ ധാരാളമായി വളരുന്നത് നാടൻ മാവിനമായ ഗോമാവാണ് അല്ലേ. ഗോമാവാണ് നമ്മുടെ മണ്ണിൽ ധാരാളമായിട്ട് വളരുന്നത്. അതിന് കൂടുതൽ പരിചരണവും ആവശ്യമില്ല. എന്നാൽ കൂടുതൽ രുചിയുള്ള മാങ്ങ ലഭിക്കുന്നതിന് മൽഗോവ മാവിൽ നിന്നാണ്. മാങ്ങ നല്ല രുചിയുള്ള മാങ്ങ ഏതാണ്? മൽഗോവ മാങ്ങയാണല്ലേ. അപ്പം അതുകൊണ്ട് ഗോമാവ് റൂട്ട് സ്റ്റോക്കായും മൽഗോവ സയനായുമാണ് തിരഞ്ഞെടുക്കേണ്ടത്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം? നന്നായിട്ട് നമ്മുടെ മണ്ണിൽ വളരുന്ന രീതിയിൽ നല്ല മാവ് ഉണ്ടാവുകയും ചെയ്യും. നല്ല രുചിയുള്ള മാങ്ങ നമുക്ക് വേറെ കിട്ടുകയും ചെയ്യും അല്ലേ. അപ്പോൾ ഇത് ഇങ്ങനെ ചെയ്യുന്നതാണ് നല്ലത്. മുകുളം ഒട്ടിക്കൽ, ബഡ്ഡിങ്. കമ്പിന് പകരം മുകുളം അല്ലെ ബഡ് എടുത്താലോ? അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ കമ്പൊട്ടിക്കുന്ന രീതി പറഞ്ഞില്ലേ, അപ്പോൾ അതിന് പകരം മുകുളം ഒട്ടിച്ചാലോ അതാ ചോദിക്കുന്നത്. നഴ്സറികളിൽ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്ന റബ്ബർ തൈകൾ കണ്ടിട്ടില്ലേ? നഴ്സറിയിലൊക്കെ പോകാറുണ്ടോ? ഈ ചെടികൾ വിൽക്കുന്ന പൂച്ചെടികളും അല്ലാണ്ടുള്ള പല തൈകളൊക്കെ വിൽക്കുന്ന നഴ്സറികളുണ്ട്. അവിടെ മക്കൾ പോയിട്ടുണ്ടാവും. അപ്പം ബെഡ് തൈകളുടെ പരസ്യം നോക്കൂ. എവിടെ കാണുന്നുണ്ടല്ലേ? ബെഡ് തൈകളെ കാണുന്നുണ്ട് അല്ലേ. മികച്ച തൈകൾ മിതമായ വിലയ്ക്ക് കാണുന്നില്ലേ? നിങ്ങളെ ചിത്രം കൂടുതൽ ഉൽപ്പാദനം, കട്ടിയുള്ള പാല് അല്ലേ, അത് റബ്ബർ തൈയാണേ. നാടൻ റബ്ബർ തൈകളെ അപേക്ഷിച്ച് ഇവയ്ക്കുള്ള മേന്മകൾ എന്തൊക്കെയാണ്? നമ്മളെ വീട്ടിലുണ്ടാകുന്ന നാടൻ തൈകളെ അപേക്ഷിച്ച് ഈ മുകുളം ഒട്ടിച്ചിട്ടുള്ള ബഡ് ചെയ്തിട്ടുള്ള റബ്ബർ തൈകളുടെ എന്താണ് ഗുണമെന്നാണ് ചോദിക്കുന്നത്. എന്തൊക്കെ ഗുണങ്ങളാണ് ഉണ്ടാവുക? വളർച്ച വേഗത്തിലാകുന്നു. കുറഞ്ഞ കാലം കൊണ്ട് തന്നെ റബ്ബർ പാൽ എടുക്കത്തക്ക വിധം മരം മൂപ്പെത്തുന്നു. പിന്നെ കൂടുതൽ റബ്ബർ പാൽ ലഭിക്കുന്നു. രോഗപ്രതിരോധ ശേഷി കൂടുതൽ ഉള്ളവയായിരിക്കും. അപ്പം ഇതൊക്കെ ഇതിൻ്റെ ഗുണങ്ങളാണ് അല്ലേ. മുകുളം ഒട്ടിച്ചുണ്ടാകുന്ന റബ്ബർ തൈകളുടെ ഗുണങ്ങളാണ്.
എങ്ങനെയാണ് ബെഡ് തൈകൾ തയ്യാറാക്കുന്നത്? അപ്പം ഇവിടെ കമ്പിന് പകരം മികച്ച ഇനം റബ്ബറിൻ്റെ മുകുളമാണ് സയനായി എടുക്കുന്നത്. ഇത് സ്റ്റോക്കിൽ ഒട്ടിക്കുന്നു. ആ രീതിയിലാണ് ഇവിടെ അല്ലേ ബെഡ് ചെയ്യുന്നത് അല്ലേ? ഇവിടെ ബെഡ് ചെയ്തത് അങ്ങനെയാണ്. മുകുളം ഒട്ടിക്കൽ ബഡ്ഡിംഗ്. ഗുണമേന്മയുള്ള ഒരു സസ്യത്തിൻ്റെ മുകുളം അതേ വർഗത്തിൽപ്പെട്ട വേരോടുകൂടിയ മറ്റൊരു സസ്യത്തിൽ ഒട്ടിച്ചു ചേർത്ത് മികച്ച നടീൽ വസ്തു ഉണ്ടാക്കുന്ന രീതിയാണ് മുകുളം ഒട്ടിക്കൽ. അപ്പോൾ അത് മനസ്സിലാക്കി വെക്കുക അല്ലേ? ഒരു സസ്യത്തിൻ്റെ മുകുളം അതേ വർഗത്തിൽപ്പെട്ട വേരോടുകൂടിയ മറ്റൊരു സസ്യത്തിൽ ഒട്ടിച്ച് ചേർത്തിട്ട് അതിനെന്താണ് നല്ല ഒരു നടീൽ വസ്തു അല്ലേ ആക്കി എടുക്കുന്ന രീതിയാണ് മുകുളം ഒട്ടിക്കൽ. അപ്പം അത് പഠിച്ചു വെക്കുക. അപ്പം ഈ രീതിയിൽ ഒരു പ്ലാവിൻ തൈ ഉൽപ്പാദിപ്പിച്ചാലോ? അപ്പം അതിൻ്റെ മുകുളം ഒട്ടിക്കുന്നതിൻ്റെ ഘട്ടങ്ങളാണ് ഇവിടെ തന്നിട്ടുള്ളത്. അപ്പോൾ ഒന്നാമത്തെ ഘട്ടം എന്താണ്? നല്ല ഇനം പ്ലാവിൻ്റെ ശിഖരത്തിൽ നിന്ന് മുകുളം തൊലിയോടുകൂടി ചെത്തിയെടുക്കുക. അങ്ങനെയുള്ള ഇതിനെന്താണ് പറയുക? സയൻ എന്നാണ് പറയുന്നത്. സയൻ. ഇപ്പോൾ ഇവിടെ ചിത്രത്തിൽ കാണുന്നില്ല അല്ലേ ചെത്തിയെടുക്കുന്നത്. ഘട്ടം 2 എന്താണ്? ചട്ടിയിലോ ഗ്രോ ബാഗിലോ വളർത്തിയ നാടൻ ഇനത്തിൽപ്പെട്ട പ്ലാവിൻ തൈയിൽ നിന്ന് അവിടെ ബ്രാക്കറ്റ് കൊടുത്തിട്ടുണ്ട് റൂട്ട് സ്റ്റോക്ക് അല്ലേ? അപ്പം നാടൻ ഇനത്തിൽപ്പെട്ട പ്ലാവിൻ തൈയിൽ നിന്ന് മുകുളം ഒട്ടിക്കാനുള്ള സ്ഥലത്തെ പുറന്തോലി ചെത്തിമാറ്റുക. അതും ഇവിടെ ചിത്രം തന്നിട്ടുണ്ട്. ഘട്ടം 3 എന്താണ്? റൂട്ട് സ്റ്റോക്കിൽ തൊലി നീക്കിയ ഭാഗത്ത് സയൻ വെച്ച് മുകുളം പുറത്തു കാണുന്ന വിധം പോളിത്തീൻ ടാപ്പ് കൊണ്ട് പൊതിഞ്ഞു കെട്ടുക. ഇപ്പോൾ റൂട്ട് സ്റ്റോക്കും സയനും എന്താണെന്ന് അറിയാലോ. അപ്പം ഈ ചിത്രത്തിൽ കാണുന്ന പോലെ ചെയ്യുക അല്ലേ? അപ്പോൾ മുകുളം എന്താണ് പുറത്ത് കാണുന്ന വിധം ചെയ്യണം. പോളിത്തീൻ ടാപ്പ് കൊണ്ട് കെട്ടുക. പിന്നെ എന്താണ്? ഘട്ടം 4 മുകുളം നന്നായി വളരാൻ തുടങ്ങിയാൽ സ്റ്റോക്കിൻ്റെ മുകൾ ഭാഗം മുറിച്ച് മാറ്റുക. അപ്പം മുകുളം നന്നായി വളരുമ്പോൾ ഈ സ്റ്റോക്കിൻ്റെ മുകൾ ഭാഗം അങ്ങ് കട്ട് ചെയ്യാം. മുകുളം വളർന്നതിന് ശേഷം ഈ തൈ പറമ്പിലേക്ക് മാറ്റി നടാം. അപ്പോൾ ഇത് തൈയായിട്ട് വരും. തൈയായിട്ട് വന്നു കഴിഞ്ഞാൽ ഇതിനെന്താണ്? നമുക്ക് പറമ്പിലേക്ക് മാറ്റി നടാം. മുകുളം ഒട്ടിക്കുന്ന രീതി മനസ്സിലാക്കിയില്ലേ? അപ്പോൾ ഇങ്ങനെയാണ് മുകുളം ഒട്ടിക്കുന്ന രീതി. ഇതുപോലെ ഒരു നാടൻ റോസ് ചെടിയിൽ പലതരം റോസ് ചെടികളുടെ മുകുളങ്ങൾ ഒട്ടിച്ചു ചേർത്ത് ജൈവ വൈവിധ്യ ഉദ്യാനത്തിൽ നട്ടു വളർത്തു. അപ്പോൾ നമ്മളിപ്പം ചെയ്തത് പ്ലാവിൻ്റെ തൈ കൊണ്ടാണല്ലേ? അപ്പോൾ ഇതുപോലെ നിങ്ങളുടെ ജൈവ വൈവിധ്യ ഉദ്യാനത്തിൽ നിങ്ങൾ എന്ത് ചെയ്യണം? റോസാ ചെടിയിൽ പല നിറത്തിലുള്ള പൂക്കളുള്ള റോസാ ചെടിയുടെ മുകുളങ്ങൾ ഒട്ടിച്ചു ചേർത്ത് അത് ജൈവ വൈവിധ്യ ഉദ്യാനത്തിൽ നടുക. നല്ല ഭംഗിയുണ്ടാകും കാണാൻ അല്ലേ? പല നിറത്തിലുള്ള റോസാ ചെടികളുണ്ട്. മികച്ച തൈകൾ ഉണ്ടാക്കുന്ന രീതികളാണ് നാം പരിചയപ്പെട്ടത്. മികച്ച വിത്ത് എങ്ങനെ ഉണ്ടാക്കും? അപ്പോൾ നമ്മൾ ഇത്രയും പറഞ്ഞു കഴിഞ്ഞത് എന്താണ്? മികച്ച തൈകൾ ഉണ്ടാക്കുന്ന രീതികളാണ് അല്ലേ? അപ്പം തൈ നട്ടിട്ടും നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്, ചെടികൾ ഉണ്ടാക്കുന്നുണ്ട് അല്ലേ? അപ്പോൾ വിത്ത് നട്ടിട്ടും ഉണ്ടാക്കുന്നുണ്ട്. അപ്പം എങ്ങനെ മികച്ച വിത്തുകൾ ഉണ്ടാക്കാം? അതിന് എന്താണ് നമുക്ക് അതിൻ്റെ പാർട്ട് 2 നമുക്ക് പഠിക്കാം. ഇതിൻ്റെ പാർട്ട് 2 അത്തരം കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പം ഇത് ഇവിടെ പാർട്ട് 1 ഇവിടെ കഴിഞ്ഞു. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണേ. അപ്പം ബാക്കി കാര്യങ്ങളായിട്ട് നമുക്ക് പാർട്ട് 2 കാണാം.